കേരളത്തിന്റെ പേരുമാറ്റത്തിൽ വിമർശനവുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. കേരളത്തിലെ CPIM-നോട് മാത്രം കേന്ദ്രത്തിന് എന്താണ് താല്പര്യമെന്നാണ് മമതയുടെ ചോദ്യം. 8 വർഷം മുൻപ് അപേക്ഷ നൽകിയിട്ടും പശ്ചിമ ബംഗാളിന്റെ പേര് മാറ്റാനുള്ള അപേക്ഷ അംഗീകരിച്ചില്ലെന്നും മമത കുറ്റപ്പെടുത്തുന്നു. PR സുനിൽ നൽകും വിശദാംശങ്ങൾ. സുനിൽ, വെസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോഴുള്ള ആദ്യത്തെ ആ W അത് അക്ഷരമാലയിൽ അവസാനം വരുന്ന അക്ഷരമായതുകൊണ്ട് തന്നെ എപ്പോഴും ഞങ്ങൾ അവസാനമാണ് എന്ന് മമത പരാതി പറയുകയാണ്. മന്ത്രിമാരുടെ യോഗത്തിലടക്കം തന്നെ സംസാരിക്കാൻ ഏറ്റവും ഒടുവിലാണ് വിളിക്കുന്നതെന്ന് മമത പറയുമ്പോൾ എന്താണ് മമതയുടെ പരാതി? കേന്ദ്രം ഇതിൽ സ്വീകരിക്കുന്നൊരു നിലപാട് എന്തായിരിക്കും? റോഷ്നി, തീർച്ചയായും വലിയ പരാതികളുണ്ട്, രസകരമായ ചർച്ചകളുണ്ട് കേരളം ആയതിന് പിന്നിൽ. ഏതായാലും മമതാ ബാനർജിയുടെ പരാതി എന്നത് റോഷ്നി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ W എന്നതിൽ നിന്നാണ് വെസ്റ്റ് ബംഗാൾ തുടങ്ങുന്നത്. അപ്പോൾ W എന്നത് ഏറ്റവും അക്ഷരമാലയിൽ അവസാനം വരുന്ന അക്ഷരമായതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനത്തെ പരിഗണനയാണ് ലഭിക്കുന്നത് എന്നാണ് മമതാ ബാനർജിയുടെ പരാതി. അതുകൊണ്ട് വെസ്റ്റ് ബംഗാളിന്റെ പേര് ബംഗ്ല എന്നാക്കി മാറ്റണം എന്ന് മമതാ ബാനർജി ആവശ്യപ്പെടുകയാണ്. 8 വർഷം മുൻപ് ഇതിനായുള്ള പ്രമേയം പശ്ചിമ ബംഗാൾ നിയമസഭ പാസാക്കിയിരുന്നു. പക്ഷേ അതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ല. അപ്പോഴാണ് കേരള എന്നത് കേരളം ആക്കിയുള്ള കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിന് മാത്രം ഇങ്ങനെയൊരു തീരുമാനം? പശ്ചിമ ബംഗാളിനോട് എന്തുകൊണ്ടാണ് പക്ഷപാത നിലപാട് എന്നൊക്കെയുള്ള ആരോപണമാണ് മമതാ ബാനർജി ഉയർത്തുന്നത്. ഇതോടൊപ്പമാണ് ഒരു രാഷ്ട്രീയ ആരോപണം കൂടി മമതാ ബാനർജി ഉയർത്തുന്നത്. കേരളത്തെ കേരളമായതിൽ മമതാ ബാനർജിക്ക് വിരോധമില്ല. പക്ഷേ പശ്ചിമ ബംഗാളിന്റെ ആവശ്യം ബംഗ്ല എന്ന ആവശ്യം അംഗീകരിച്ചില്ല എന്നതാണ് പരാതി. അപ്പോഴും ഈ രാഷ്ട്രീയ ആരോപണം എന്നത് കേന്ദ്ര സർക്കാരിന് കേരളത്തിലെ CPIM-നോടുള്ള രാഷ്ട്രീയ താല്പര്യമാണ് ഇങ്ങനെയൊരു തീരുമാനം വേഗത്തിലെടുക്കാൻ എന്നതാണ്. ഏതായാലും മമതാ ബാനർജിയുടെ പരാതി വലിയ ചർച്ചയായി തുടരുന്നുണ്ട്. അതിനിടയിൽ ശശി തരൂരിൻ്റെയൊക്കെ തന്നെ എക്സിലെ പോസ്റ്റുകൾ പരിശോധിച്ചാൽ ഈ കേരളമായതിനൊക്കെ തന്നെ ചില രസകരമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ശശി തരൂർ പറയുന്നത് കേരളൈറ്റ് എന്നാണ് കേരളത്തിലെ ജനങ്ങളെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് ഇംഗ്ലീഷിൽ. അപ്പോൾ ഇനി എങ്ങനെ വിളിക്കും എന്നാണ് ശശി തരൂർ ചോദിക്കുന്നത്. കേരള മൈറ്റ് എന്ന് വിളിക്കണോ, അതോ കേരളൻ എന്ന് വിളിക്കണോ, അതോ കേരള മിയാൻ എന്ന് വിളിക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ശശി തരൂർ ഉയർത്തുന്നുണ്ട്. ജോൺ ബുട്ടാസ് അപ്പുറത്ത് മറ്റൊരു അഭിപ്രായവുമായി വരുന്നുണ്ട്. എത്രയോ കാലമായി കേരളത്തിലുള്ള മലയാളികളെയൊക്കെ തന്നെ മല്ലു എന്നാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആളുകളൊക്കെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇനി വിളിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഏതായാലും ഇനി കുറച്ച് കടമ്പകൾ കൂടി ബാക്കിയുണ്ട് കേരളം ആയി മാറുന്നതിനായി. അതിന് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ബില്ല് നിയമസഭയിലേക്ക് അയക്കണം. നിയമസഭ അത് പാസ്സാക്കി തിരിച്ച് കേന്ദ്രത്തിന് അയക്കണം. പിന്നീട് പാർലമെന്റിൽ വരണം. പാർലമെന്റ് പാസ്സാക്കുന്നതോടെയാണ് ഔദ്യോഗികമായി കേരളം ആയി മാറാൻ പോകുന്നത്. ഏതായാലും രസകരമായ ചർച്ചയും രാഷ്ട്രീയ വിമർശനങ്ങളുമുണ്ട്. അതെ, ഈ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ നടക്കുമ്പോൾ അങ്ങ് ബംഗാളിലുള്ള ചർച്ച കേട്ടല്ലോ അല്ലേ? 8 വർഷമായില്ലേ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് പേരെന്താണ് മാറ്റിത്തരാത്തത്, കേരളത്തിൽ മാത്രം എന്താണെന്ന് മമത ചോദിക്കുകയാണ്. അപ്പോൾ മമതയുടെ പരാതി എന്ന് പറയുന്നതും കേൾക്കുമ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നും. കാരണം വെസ്റ്റ് ബംഗാൾ എന്ന് എഴുതുമ്പോൾ W എന്നത് അക്ഷരമാലയുടെ ഏറ്റവും അവസാനം കിടക്കുന്നതാണ്. അത് ഈ മമതയെ പ്രസംഗിക്കാൻ വിളിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല പരാതി പറയുന്നത് കേട്ടോ. ഈ അഭിമുഖങ്ങളിലും അതുപോലെ ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്കിരിക്കുമ്പോഴും ഒക്കെ ഏറ്റവും അവസാനമായി പിന്തള്ളപ്പെടുന്നു എന്നൊക്കെ മമത പറയുന്നുണ്ട്. അപ്പോൾ 8 വർഷം ആകുന്നു കേന്ദ്രം. ഇനി അതിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമല്ലല്ലോ. അപ്പോൾ മമത ഈ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുന്നതിൽ കൂടി ചിലതുണ്ട് എന്ന് പറയേണ്ടി വരും.